ഹലോ ഗൈസ്, എണീറ്റപാടെ ഇങ്ങനെ തോന്നുന്നു ഒരു സൈക്ലിംഗ് പോയത്. ഇപ്പോൾ രാവിലെ തന്നെ മുസല്ല റെസ്റ്റോറൻറ്റ് നമ്മൾ ചായ കുടിച്ച് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചായ കുടിച്ച് നേരെ നമുക്ക് ജുമേര പോകാം. ജുമേര ആൻഡ് കറാമയാണ് താമസം. ADCB മെട്രോ സ്റ്റേഷൻ്റെ റൂട്ട് നോക്കിയാണ് ഞാൻ ജുമേര പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആ റൂട്ടും പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് നമുക്ക് ADCB മെട്രോൻ്റെ താഴെ പോകണം. ADCBൻ്റെ ബാക്ക് സൈഡിലെ കൂടെ ഒന്ന് സൈക്കിളിൽ വന്നത്. ഇപ്പോൾ മാക്സ് മെട്രോ സ്റ്റേഷൻ്റെ താഴെ ഇതാണ് മെട്രോൻ്റെ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാക്ക് വഴിയാണ് ഏകദേശം ഞാൻ പോവുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് മാപ്പ് യൂസ് ചെയ്യുക. ഇതാണ് മാക്സ് മെട്രോ സ്റ്റേഷൻ. ADCB കഴിഞ്ഞ് സെക്കൻഡ് മെട്രോ സ്റ്റേഷനാണ് മാക്സ്. ഏകദേശം ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ എത്താനായി. നല്ല ചവിട്ടിയാണ് വരുന്നത്. എനിക്ക് ഫാസ്റ്റായിട്ട് വരുന്നതെന്ന് അത്ര ഇഷ്ടമല്ല. എനിക്ക് നല്ല ആസ്വദിച്ച് അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല സാവധാനം നല്ല വരുന്നത് എനിക്കിഷ്ടം. ഇത് ഒന്ന് മെട്രോ സ്റ്റേഷൻ മിസ്സായെന്നൊന്നും അറിയില്ല. വേൾഡ് ട്രേഡ് സെൻറ്ററാണ്. അപ്പം നമുക്ക് അടുത്തത് വരുന്നത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം. ഗൈസ്, നമ്മൾ അടുത്തത് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് സൈക്കിള് പരിചയപ്പെടുത്തിയില്ല. ജിയാൻഡ് റോമ. ഇത് ഫ്യൂച്ചർ മ്യൂസിയം. ഇത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ്. ഫ്രണ്ട് സൈഡിലുള്ള വ്യൂ ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇവിടെ അറിയില്ല ഇങ്ങനെ വരാൻ പറ്റുമോ അലോഡുണ്ടോയെന്ന് അറിയില്ല. സെക്യൂരിറ്റി ചിലപ്പം പറയാൻ ചാൻസ് ഉണ്ട്. മ്യൂസിയത്തിൻ്റെ സൈഡിൽ വന്നുകൊണ്ട് മാപ്പിൽ കാണിക്കുന്നത് അപ്പുറത്തെ സൈഡ് പിടിച്ചിട്ട് പോകാനാണ്. അപ്പം ഞാനേതായാലും ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതിൽ എൻട്രൻസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യണം. എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനാണ് ഇത്. ബിക്കോസ് ഞാനിപ്പോൾ ഫൈനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. മാപ്പിൽ ഇപ്പം നോക്കുമ്പോൾ അങ്ങനെ കാണിച്ചത്. നമ്മളിവിടെ എൻട്രൻസ് ചെയ്തിട്ട് നേരെ ക്രോസ് ചെയ്യണം, അപ്പുറത്തെ സൈഡിലേക്ക് എക്സിറ്റ് ചെയ്യണം. അതായത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. നമ്മളത് റിസ്ക് എടുത്ത് നോക്കണം, ചവിട്ടിക്കൊണ്ട് പോകണ. ചെറിയ ലിഫ്റ്റാണ്. എൻ്റെ സൈക്കിള് കഷ്ടപ്പെട്ടിട്ട് പോകുന്നു. മെട്രോ സ്റ്റേഷനിൽ എക്സിറ്റായി. നമുക്ക് കുറച്ചും കൂടി ദൂരം പോകണം. ചെറുതായിട്ടൊന്ന് റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത്രയും നേരം മെട്രോ സ്റ്റേഷൻ്റെ അടിയിലൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലൊക്കെ കയറിയിട്ട് നമുക്കിനി ഈ സൈഡിൽ, അതായത് എങ്ങോട്ടാണെന്ന് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, ജുമേര ഒരു റൂട്ടിലേക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് റോഡ് ഇപ്പുറത്തെ ലാസ്റ്റ് റൈറ്റ് സൈഡിലെ കൂടെ നമുക്ക് പോകുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ്. അപ്പുറത്തെ കുറച്ച് ആൾക്കാർ കൂടുതൽ ഫുട്പാത്തിലൊക്കെ ആൾക്കാരുണ്ട്. ഇതൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ്. റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് വന്നാൽ കുറച്ചും കൂടി ഈസി. പറഞ്ഞില്ലേ, സിറ്റി വാക്കിൻ്റെ വ്യൂ ആണ്. നല്ല കളറുള്ള സ്ഥലമാണ്. നമുക്കിതിൽ തന്നെ പോവാം. കുറച്ചും കൂടി കവർ ചെയ്ത് തരാം. നല്ല അടിപൊളി വ്യൂ ആണ്. എനിക്കൊരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. അയാളെന്ന് വെച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. സൂപ്പർ വ്യൂ. നമുക്കിനി കുറച്ചും കൂടി പോകാമല്ലോ. 5-6 കിലോമീറ്റർ മാത്രമേ നമുക്കിനി ജുമേരയിലേക്ക് പോകാനുള്ളൂ. മാപ്പിൽ കാണിച്ചത് അത്രയും ഉണ്ടായിട്ടു. ഇതിൽ നമ്മൾ ബോട്ട് യാത്രയൊക്കെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. സൈക്കിൾ ട്രാക്ക് അപ്പുറത്തേയും വരുന്നുണ്ട്, ഇപ്പുറത്തേയും വരുന്നുണ്ട്. ജോഗിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എനിക്കൊരു വീഡിയോ എടുക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്ത് രസം അത് പോകും നോക്കിയേ. എനിക്കിനി ഈ പുഴേൻ്റെ അക്കരെ കിടക്കണം. ഉണ്ടാവും ഇവിടെയൊക്കെ ഫിറ്റ്നസ്സിന് എത്ര വില ആൾക്കാർ കൊടുക്കുന്ന നോക്കിയാൽ. ഒരു ഭാഗത്തെ സൈക്ലിങ്, ഒരു ഭാഗത്തെ റണ്ണിങ്. അതൊക്കെ നമ്മളിപ്പോൾ ഈ ട്രാക്കിലേ വന്നത്. സൈക്കിളിൻ്റെ ലൈറ്റ് ഗിയർ ഇട്ടിട്ടാണ് വന്നത്. അതൊരു ചെറിയൊരു കയറ്റാണ് ഇത്. നമ്മൾ ക്ലോസ് ടു ജുമേര കൈറ്റ് ബീച്ചിൽ അടുത്തെത്താനായി.
ദുബൈയിൽ സൈക്കിൾ റൈഡ് സേഫ് ആണെന്ന് വെച്ചാൽ വളരെ സേഫാണ്. നമ്മൾ ശ്രദ്ധിച്ചോടിക്കണം എന്ന് മാത്രം. നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഗൈസ്, കൈറ്റ് ബീച്ചിലേക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്കിപ്പോൾ കൈറ്റ് ബീച്ചിലേക്ക് പോകാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നാഷണൽ ഹോളിഡേൻ്റെ 2-3 ഡേയ്സ് ലീവ് ഉണ്ട്. അപ്പം ഫാമിലിക്കും കപ്പിൾസിന് അങ്ങനെ മാത്രമേ കൈറ്റ് ബീച്ചിൽ പോകാൻ പറ്റൂ. നമുക്ക് ബാച്ചിലേഴ്സായിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിൾ മാപ്പ് ആദ്യം കറാമയിലേക്ക് ഇട്ടിട്ടുണ്ട്. 16 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 16 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. 16 കിലോമീറ്റർ അധികം വന്നിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവില്ല. ചുറ്റി അതിലേ ഇല്ല, ചുറ്റിയല്ല വരണേ.